എല്ലാവർക്കും പുതിയ അതാണ് ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഇന്ന് നേരെ ഈ കാണുന്ന ക്യാമറയുടെ ലെൻസും പിന്നെ അതേപോലെ ഇതൊന്ന് സർവീസും, അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്കൊരു വണ്ടി നോക്കണം. അപ്പൊ ഞങ്ങളൊരു വണ്ടി നോക്കാൻ വേണ്ടി പോകണം, അത് ചെയ്യണം. അതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ക്യാമറ ഷോപ്പിൽ പോകണ്ട, അത് ചെയ്യണം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഈ മുതുകളവനായ പ്രതീഷിന്റെ കൂട്ടത്തിലാണ്. ഓ മൈ ഗോഡ്, ഗൈസ് നോക്കൂ, ഏതാണ്ട് 285 രൂപയാണ് ഇതിന്റെ ബില്ല്. ഇത് കണ്ടോ, അല്ല 300 അല്ലേ? ഇതിന് 300 മൊത്തം 7000. ഇതിന് ഏതാണ്ട് 385 രൂപയുടെ ടീഷർട്ട് ആട്ടോ. ഞാൻ ബില്ല് കൊടുക്കാന്ന് കുറെ പറഞ്ഞ ഗൈസ്, ഇവർ നിർബന്ധിച്ചിട്ട് വേണ്ട അതുകൊണ്ട് തന്നെ ഗൈസ് നോക്കൂ, ഇത് ഞങ്ങളുടെ പുതിയ ടീഷർട്ട്, പുതിയ നിക്കറ്. ഞങ്ങൾ നേരെ എറണാകുളം അങ്ങനെ 2-3 സ്ഥലങ്ങളിലേക്ക് വേണം. കുറച്ച് പരിപാടി ഉണ്ടായി, ചെയ്തു തീർക്കണം. വണ്ടിയുടെ താക്കോല് പുറത്തുണ്ട്. ലിബിന്റെ കയ്യിൽ എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെ ശ്രദ്ധിക്കണം, പൊടി പറ്റുവേ. പൊടി പറ്റാതെ ഇറങ്ങി വരും. ടിഷ്യൂ പേപ്പർ എന്റെ കയ്യിൽ കുറെ ഉണ്ട്. എവിടെ വെച്ചേക്കണേ? ഞാൻ പോക്കറ്റിൽ ചെളി പറ്റരുത്, പൊടി പറ്റരുത് കേട്ടോ. AC ഇടൂ മിസ്റ്റർ. ഇതാകെ മാറ്റായില്ലോ. നിങ്ങളിൽ ഒരു ടോട്ടൽ വ്യത്യാസം ഞാൻ കാണുന്നു. താഴത്തുനിന്ന് മുതൽ ചെരുപ്പേന്ന് മുതൽ നോക്കുമ്പോ ചെരുപ്പ് മാറിയിരിക്കുന്നു, പൊരി, അതേപോലെ ട്രൗസർ പൊരി. ഞങ്ങളെ ആക്കുന്നതാണോ കളിയാക്കുന്നതാണോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ടോട്ടല് മാറിയെന്ന്. ടോട്ടലി സൂപ്പറായി. ഊമ്പലോ? ഊമ്പാൽ. ഗൈസ് നോക്കി, ഞങ്ങൾക്ക് 2-3 സ്ഥലത്ത് പോകണ്ട. ഒന്നൊരു താറ്, അതായത് ഞങ്ങൾ മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് പോകണം. ഞങ്ങൾക്കൊരു താറ് നോക്കാനുണ്ട്. അപ്പോൾ ആ താറ് ഞങ്ങൾക്ക് നോക്കണം. രാവിലെ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്താണ്. സമയം പക്ഷെ പാളിപ്പോയി. നമുക്ക് എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി, നമ്മൾ റെഡിയായി വന്നപ്പോൾ ഏതാണ്ട് ഉച്ചയായി. ഇനിയിപ്പോ ഞങ്ങള് താറ് മഹീന്ദ്ര ഷോപ്പിൽ പോയി താറ് നോക്കുന്നു. 5 ഡോർ അല്ലേ നോക്കണേ? 5 ഡോർ. അത് 3 ഡോർ ആണ്. 3 door. This one is 3 door. These people are searching 5 door. 5 door. You people also searching 5 door, 3 no, door. 1 door. 4 ടയർ ഉള്ള വണ്ടിയാ നോക്കുന്നത്. You don't know English? അതിന് ശേഷം ഞങ്ങള് തമിഴത്ത് ഒരു ക്യാമറ ഷോപ്പ് പോകും. പുള്ളി എടുത്ത് പോയിട്ട് പുള്ളിനെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ക്യാമറ സ്കാനിൽ പോയി ലെൻസ് നോക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം ആഫ്റ്റർ ലോങ് ടൈം ഐ എം സിംഗിൾ in the interfaces of Maruti Suzuki. എടുത്തോ. AC ഇട്ടാൽ നല്ലത്. വെരി കൂളിംഗ്. ഗൈസ് നോക്കൂ, നമ്മൾ നമ്മുടെ നെപ്പോളിയനോട് വിട പറഞ്ഞ് പോവാണ്. ഇവനെ ഞങ്ങള് നമ്മള് അഖിലിന്റെ വണ്ടിക്കകത്ത് മറ്റേ എലിവേഷൻ കൊണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ട് വെക്കണമല്ലോ. അത് ഗുളികയല്ല, ഞാൻ ഭക്ഷ മേടിച്ചു. ഇനി ഒരു തേങ്ങ മേടിക്കണം പൊട്ടിക്കാൻ. തേങ്ങയല്ലേ ഇതിന് ഏറ്റവും ഇഷ്ടം. പോട്ടെ മിസ്റ്റർ, പോട്ടെ. എന്റെ വണ്ടിയിലും കുറച്ച് തേങ്ങ കൊടുത്തേ. അതായത് തേങ്ങ മേടിച്ച് പ്രതീക്ഷേട്ടന്റെ വണ്ടിയിലോട്ട് കയറിയാൽ നോക്കൂ, അതായത് നമ്മുടെ തേങ്ങ പൊട്ടിച്ചിട്ട് അതിന്റെ പൂളി പശല ഒട്ടിച്ചിട്ട് പല സ്ഥലത്തും പ്രാപ്പുരിക്കണം, അവനെ പിടിക്കണം. ഞാൻ വണ്ടി കുറെ ലിബിയുടെ ബെഡൊക്കെ കടിച്ച് തുളച്ച് കയറി വണ്ടികൾ കുറെ നശിപ്പിച്ച് കളഞ്ഞു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അല്ലേ, എലീനെ പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അത് നടത്തിയേ പറ്റുള്ളൂ. അതറിയില്ല, എന്തായാലും അറിയില്ല. ഞാൻ വീട്ടിൽ തന്നെ പല്ലീനൊക്കെ ചോർന്നിട്ട് വളർത്തുക. എനിക്കറിയില്ല. മാർക്കറ്റിൽ സാധനങ്ങൾ കിട്ടുന്നതല്ലേ, ഇതിനെ പിടിക്കാനുള്ള. അപ്പൊ അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങള് നെപ്പോളിയനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു എസ്എസിനെ. പക്ഷെ TT ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വരേണ്ടി വരും. ഞങ്ങൾ സ്ഥിരം കയറുന്ന ഒരു കട കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കയറി ഒരു സന്തോഷം കിട്ടില്ല. നീരൊക്കെ കിട്ടില്ല കേട്ടോ. തൊട്ടപ്പുറത്തെ വശമൊക്കെ, അതായത് ഈ പറവൂര് മാളിയമ്പഴയുടെ അങ്ങേ വശമൊക്കെ പോകുന്നത് നല്ല കിട്ടില്ല. നെല്ലൊക്കെ ഇങ്ങനെ സെറ്റപ്പായിട്ട് വിളഞ്ഞു. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പോകുന്ന നേരത്ത് കാണുന്നതിന്റെ ഒരു വേറൊരു ഫീലിംഗ് ആണ് ഇവിടെ. ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങളുടെ റൂട്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യം മഹാരാഷ്ട്ര വഴി പോകുന്നത്. അത് ഞങ്ങളെ ലാസ്റ്റ് ഭയങ്കരമായിട്ട് കറക്കൂട്ടോ. മഹാരാഷ്ട്ര മധ്യപ്രദേശ് വഴി പോകാൻ നേരത്ത് ഭയങ്കരമായിട്ട് പോലീസുകാരും ട്രാഫിക്കെല്ലാം വീർപ്പിക്കും. ഈ പ്രാവശ്യം ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നത്. നമ്മളെ ആ വശത്തേക്കടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഭംഗി കുറഞ്ഞു വരും. ആ സമയം ഗൾഫിൽ പോയിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ സുന്ദരന്മാരായി നിൽക്കുന്നു. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു കേസ്, രാശിയുള്ള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ അവിടെ നിന്ന് നേരെ കർണാടകയിൽ നിന്ന് ആന്ധ്ര, തെലങ്കാന അങ്ങനെ പോകുന്ന ഏറ്റവും രാശി. മറ്റേ രാശി കുറവാട്ടോ. അപ്പൊ ഈ രാശി വഴി നമുക്ക് പോവാം. ഒന്ന് വഴി കണ്ടോ, സൗത്ത് ആഫ്രിക്കയുടെ പരസ്യം നോക്കിയാൽ ടൂറിസം തോന്നുന്നല്ലേ? അല്ല പ്രശ്നട്ടാ. അതെ, വിസിറ്റ് സൗത്ത് ആഫ്രിക്ക, മോർ ആൻഡ് മോർ.
നാച്ചുറൽ ആൻഡ് ന്യൂ അഡ്വഞ്ചർ. അങ്ങനെ ഉണ്ടോ ഇപ്പൊ എല്ലാ ടൂറിസ്റ്റ് ഒരു വലിയ ബിസിനസ്സാ. ഇവിടെ വന്ന് പരസ്യം ചെയ്താവില്ല ഇവിടെ ഇല്ലെന്നേ. ഒരു ട്രാവൽ ഏജൻസിയും അല്ല. വിസിറ്റ് ഓൺ വിസിറ്റ് സൗത്ത് ആഫ്രിക്ക നോക്കിയേ, ട്രാവൽ ഏജൻസിയുടെ പേര് ഒന്നും ഇല്ലെന്നേ. ഗൈസ് നോക്കൂ, ഇപ്പൊ ഇത് വലിയൊരു ബിസിനസ് ആണല്ലോ രാജ്യങ്ങൾക്ക്. അപ്പൊ അതായിരിക്കും സംഭവം കേട്ടോ. ഞങ്ങളിപ്പോ ഉള്ളത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇടപ്പള്ളിയിലാട്ടോ ഉള്ള. ഇടപ്പള്ളിയിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഹോൾഡേം കുറ്റിട്ട് അവിടെ ചെന്നിട്ട് കേട്ടോ തിരിയാൻ വേണ്ടി. ഗൈസ് ഫൈനലി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്തെത്തി. അതായത് ഈ പാനാസോണിക് S1H ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അത് പ്രൊഫഷണൽ ഫീൽഡിലുള്ളവർ മാത്രമേ ഈ സാധനം ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം ഇവർ സിനിമയ്ക്ക് വേണ്ടി മറ്റേ ക്യാമറ ലെൻസ് ഒക്കെ റെന്റ് ഔട്ട് ചെയ്യുന്നവരാണ്. ഇവരാണ് നമ്മുടെ അന്ന് മറ്റേ വെബ് സീരീസ് സാധനം മറ്റേ മൈക്ക് സംഭവങ്ങളൊക്കെ വന്നത്. അപ്പൊ അന്ന് വെബ് സീരീസ് ഇവരുടെ അടുത്തൊരു സാധനമുണ്ട്. ഇത് S1H നമ്മുടെ കയ്യിലുള്ള സെയിം സാധനം. ഇവരുടെ അടുത്ത് 2 ഉണ്ടായിരുന്നു. അതിനുശേഷം അത് കൊടുത്ത് അതിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഇവര് FX3 മേടിച്ചു. ഇതാണ് FX3, സോണി FX3. ചെറുതാണല്ലോ. അയ്യോ, അത് ഇതുമായിട്ട് എനിക്ക് എന്നോ ലൈറ്റ് വെച്ചാൽ നോക്കിയേ, ലൈറ്റ് വെച്ച് നോക്കി. ഇതുണ്ടോ സോണി FX3 സിനിമ ലൈൻ ക്യാമറ. പേട്ട സാധനം. എന്റെ പൊന്നെ കിടിലൻ സാധനം കേട്ടോ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് എന്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ഒന്നും ഉണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ കുറേ മെത്തേഡുകളും സംഭവങ്ങളൊക്കെ അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ലെൻസ് ഇതിന് ലൂമിനസിന്റെ തന്നെ ലെൻസ് ഇടുന്ന സെറ്റപ്പ്. അപ്പൊ ഏറ്റവും വൈഡ് ഏതാ. പിന്നെ ഇവിടെ കുറച്ച് ലെൻസൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ആ ലെൻസൊക്കെ ഇതുണ്ട്. ഇതിന്റെ നിറച്ച് ലെൻസുകളാട്ടോ. അപ്പൊ ആ ലെൻസ് ഇട്ടൊന്ന് എനിക്ക് പിടിച്ചു നോക്കുവാണെങ്കിൽ ഏത് ലെൻസാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് മേടിച്ചാൽ മതി അല്ലേ. അല്ലേ. കാണുന്നതും നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറയാണ്. ഈ കാണുന്നതും നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറ. അതെ, അതായത് ഇത് ചേട്ടാ ഇത് ഇറങ്ങിയിട്ട് 4 വർഷം 3 വർഷം എത്ര ചേട്ടാ ഇത് ഇറങ്ങിയിട്ട് 4 വർഷമായില്ലേ. പിന്നെ അപ്ഡേഷൻ ഒന്നും അതിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായി, പക്ഷെ അതിന് നെറ്റ്ഫ്ലിക്സ് അപ്രൂവൽ കിട്ടിയില്ല. ഇതിപ്പോ ഇറങ്ങിയിട്ട് അത്ര വർഷമായിട്ടില്ല കേട്ടോ. ഈ കാണുന്ന സോണിയുടെ FX3 ഇറങ്ങിയിട്ട്. അപ്പൊ ചേട്ടൻ എനിക്ക് ലെൻസ് ഇട്ട് തരാന്ന് പറഞ്ഞു ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി. അപ്പൊ ഒന്ന് ബ്ലോക്ക് ആണോ? ഏത് വൈഡാ? ഗൈസ് നോക്കൂ, ചേട്ടൻ അത് ഇട്ട് തരാന്ന് പറഞ്ഞു ഉപയോഗിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പൊ സ്റ്റെബിലൈസേഷൻ എങ്ങനെയൊന്നും അറിയാം. ചേട്ടൻ്റെ സ്റ്റെബിലൈസേഷൻ കിട്ടണം. ഗൈസ് നോക്കൂ, അതുകൊണ്ട് അതും ഇത് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ചേട്ടന്റെ S1H ഞങ്ങളുടെ S1H ഇതിന്റെ സംഭവങ്ങളും മൈക്കിന്റെ സംഭവങ്ങള് ആണോ? ഗൈസ് നോക്ക്, സംഭവങ്ങളൊക്കെ നോക്കൂ കേട്ടോ. നോക്കുമല്ലോ, മനസ്സിലായോ? നിങ്ങൾ കാലിമേ കാലി കയറ്റിരിക്കാൻ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ വീടാണോ? താത്ത അപ്രൂവില്ല വർദ്ധല വത്സയുടെ അടുത്ത്. ഗൈസ് നോക്കി, ഇവിടെയൊക്കെ ഇത് സിനിമയുടെ സംഭവങ്ങൾ റെന്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ. അതിന്റെ ലൈറ്റ്, ക്യാമറയുടെ സംവിധാനങ്ങൾ, അതുപോലെ സംഭവം അല്ലേ. ഗൈസ് നോക്കൂ, നമ്മൾ മറ്റേ ലെൻസുകൾ സാധനമൊക്കെ സംഭവങ്ങളൊക്കെ എടുത്ത് ഇവരുടെ അടുത്തുനിന്നായിരുന്നു. അവർ ഓരോന്നോരോ ചെക്ക് ചെയ്യട്ടോ. ഞാൻ ഈ സാധനം ഒന്ന് പൈറ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ് ഞങ്ങൾക്ക് ഈ ചേട്ടന്മാർ എല്ലാ കാര്യങ്ങളും ഈ ക്യാമറയെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവര് റെന്റിന് വിടുന്ന കാരണം ഇവർ ഓരോ ക്യാമറ റെന്റിന് വിട്ട് കഴിയുമ്പോൾ ഇതേപോലെ ചെക്ക് ചെയ്തിട്ടാണ് സാധനം തിരിച്ചെടുക്കുന്നത്. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ക്ലച്ചിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൂളായിരിക്കും. അവിടെ ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ പോലും സംസാരിച്ച് ഹലോ 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 അല്ലേ. ഇതിൻ്റെ അകത്ത് 2-3 സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമുണ്ട്. എല്ലാം കേൾക്കുന്നുണ്ടോ ഇവിടെ? ഓയ് ഇപ്പൊ ഇത് ഇനിയിപ്പം രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാ അല്ലേ. പിന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഇത് സ്റ്റെബിലൈസേഷൻ കിട്ടുന്ന 1080p 50/സെക്കൻഡിലല്ലേ സ്റ്റെബിലൈസേഷൻ സ്മൂത്ത്നെസ് കിട്ടുക അല്ലേ. നമ്മൾ ഇതിനകത്ത് മാറ്റാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഞാനിപ്പോ റെക്കോർഡ് ചെയ്ത് സെറ്റ് ചെയ്ത് തരുന്നതാ. ഈ കാണുന്ന സാധനമാണ് FX3. പിന്നെ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്നാ? ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്നാ? അല്ല, വേറെ കാര്യമുണ്ട്. റെക്കോർഡ് ചെയ്തല്ലേ പിന്നെ ഇതിന്റെ അകത്തൂടെ നമുക്ക് മറ്റേ കണ്ണിടാൻ പറ്റൂല്ലോ. നമ്മുടെ ഇതിന്റെ അകത്ത് കണ്ണിടാം അല്ലേ. സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അറിയില്ലേ അതിന്? അങ്ങനെ അല്ല, അതാ ചേട്ടന്മാരടുത്ത് കറക്റ്റ് തന്നെ വന്നേ. ചേട്ടന്മാർ ഇതാ പറഞ്ഞു, ഇത് കിട്ടിട്ട് കാര്യമില്ല. ഇത് കാര്യമില്ല. മറ്റേത് വേണം, അതില്ലല്ലോ. അല്ല, അത് ഇതുവരെ മാനുവൽ അത് ഇടാൻ പറ്റുമോ? ഇല്ല.
ഇല്ലല്ലോ, ഇങ്ങനെ ലേപ്പിലിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. 20 ഇത്ര വൈഡ് വരും. 20 ഇത്ര വൈഡ് വരും. നമ്മളിപ്പോ എടുക്കാൻ വന്ന ലെൻസ് നോക്കുന്നു. ചേട്ടന്മാര് പറയുന്നത് വെച്ചിട്ടുണ്ട് സോണിക്കാണ് സ്റ്റെബിലൈസേഷൻ കൂടുതൽ. കുറച്ചുകൂടെ ഇത് പിന്നെ 16 അല്ലേ? പക്ഷെ 16 സംതിങ് 1.5 അതല്ല ഇതിന് ലൂമിൻസിന് എന്റെ ഇപ്പൊ എത്ര ഉണ്ട്? ഇതിപ്പോ എന്റെ അല്ലേ? ചേട്ടൻ ഇങ്ങോട്ട് മാറ്റി. എന്റെ ചേട്ടൻ്റെ ആണോ? ഇത് ചേട്ടൻ്റെ. തോണാക്കി നോക്കിക്കോട്ടെ. അല്ല വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ നിങ്ങൾ ബാറ്ററി ലോഗിലല്ലേ? ഇത് മൊത്തം കയ്യിൽ നിന്ന് പോയിട്ട് സൂമായി പോയിട്ടാ. ഗൈസ് നോക്ക്, ഫൈനലി അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോവാണ്, അടുത്ത സ്ഥലത്തോട്ട് പോവാ കേട്ടോ. അപ്രോക്സിമേറ്റ് ഇവിടെ കയറണം. അങ്ങോട്ടേക്ക് പോകണം. ഫൈനലി നമ്മൾ പാലാരിവട്ടത്തെത്തി. ഈ കാണുന്ന അവിടുന്ന് നമുക്ക് യൂട്ടേൺ അടിച്ച് ഞങ്ങൾക്ക് ഇനി നേരെ മരടിനാണ് പോകേണ്ടത്. അതിന് ശേഷം നമുക്ക് കല്ലൂരാണ്. ബ്ലോക്ക് നോക്കിയ കർത്താവേ, എൻ്റെ അമ്മ വമ്പം ബ്ലോക്കാട്ടോ അവിടെയൊക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ക്യാഷിനോട്ടോ, നോട്ട് അനദർ നോട്ട് പ്ലാൻ ചെയ്തെടുത്താൽ ബുദ്ധിയുള്ളവർക്കെല്ലാം അത് മനസ്സിലാവും. ഇതിലെ പോട്ടോ മരടിലേക്ക്. ഞങ്ങൾ മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് പോട്ടോ. ആണോ? ഇവിടെ ഹോണ്ട ഒക്കെ ഉണ്ട്, പക്ഷെ മഹീന്ദ്ര നഹി ഹേ. നോക്കൂ, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് കേട്ടോ. കിടിലൻ. എന്നാ പൊക്കോന്ന് നോക്കിയേ. വീശാനൊന്നും കൊള്ളൂല. വീശിയ പണി പാളൂ കേട്ടോ. ആൾക്കാരൊക്കെ തെറിച്ചു പോകും. എന്താല്ലേ ലുക്കല്ലേ പ്രതീക്ഷ കേട്ടോ. ഇത് വളരെ കൺട്രോൾ ചെയ്ത് ഓടണം കേട്ടോ. ലൈലാൻഡാന്ന് തോന്നുന്നല്ലേ? ലൈലാൻഡോ ടാറ്റങ്ങാനോ കേട്ടോ. ഓ ഗൈസ് നോക്കൂ, അത് ആ വഴിക്ക് പോയി. ഇതുണ്ട്, അവര് ഇങ്ങോട്ട് പോയി, നമുക്ക് ഇങ്ങോട്ട്. അത് ഫോട്ടോ വെച്ച് ആ വഴിക്ക് പോയിട്ടോ. ഈ നമ്മുടെ ബോംബെയിൽ ഈ സാധനം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് കയറിയിട്ടുണ്ട്. എന്റെ കുഞ്ഞിതായിരുന്നപ്പോ പപ്പയൊക്കെ കൂടി ഞങ്ങൾ പോയി. മോളി കയറി ഇരുന്നിട്ട് കാഴ്ച കാണുമ്പോ എന്തോ ഒരു സെറ്റപ്പ് അല്ലേ. നമുക്കിനിപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഹീന്ദ്ര ഷോറൂം ഉണ്ട്. ആ ഷോറൂമിൽ കയറി നമ്മൾ താറിന്റെ കൊട്ടേഷൻ എടുക്കും. അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലത്ത് വിട്ട് അവിടെ താറിന്റെ കൊട്ടേഷൻ എടുക്കും. അങ്ങനെ 2-3 സ്ഥലത്ത് കയറി നമ്മൾ ഒരു ബെറ്റർ പ്രൈസ് കിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഷോറൂം മാത്രമല്ലേ ഉള്ളൂ. ആലുവയിലൊക്കെ ഉണ്ടല്ലോ. നോക്കൂ, അത് ഞങ്ങൾ അവിടെ പോട്ടെ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ മഹീന്ദ്ര ഷോറൂമിലെത്തി. ഞങ്ങൾ ഇവിടെ ചോദിക്കട്ടെ കേട്ടോ. ഇതിന്റെ വില, ഇതിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും, അതാണ് ഇതിന്റെ വേറൊരു വിഷയം അല്ലേ? അത് ശരിയാ. ഫൈനലി ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി നേരെ എങ്ങോട്ട് കൊണ്ടുപോകാനിക്ക? നേരെ നമ്മള് AC കയറ്റാൻ പോണാണ് ബസ്സില്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്ന്. എന്തൊരു മഴയാന്ന് നോക്കിയേ. 1.5 മണിക്കൂർ നിന്ന് പെയ്തു. അവിടെ ഒന്നും ഉണ്ടായില്ല. ഇല്ല, നല്ല മഴയായിരുന്നു. നമ്മുടെ വണ്ടിയുടെ കുറച്ച് ലോക്കും കാര്യങ്ങളും ശരിയാക്കാൻ ഉണ്ടായിരുന്നു. ആ ലോക്കും കാര്യങ്ങളൊക്കെ സൈഡിൽ ശരിയാക്കി നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് വണ്ടിയുടെ AC ശരിയാക്കാൻ. അതിനുശേഷം കുറച്ച് പൊട്ടിപ്പണിയും കുറച്ച് ലോക്കിന്റെ പരിപാടി, അങ്ങനെയുള്ള കുറച്ച് പരിപാടി കഴിഞ്ഞാൽ വണ്ടിയുടെ പണി കഴിഞ്ഞ് വണ്ടി ഞാൻ കൊണ്ടുപോകും. പിന്നെ അതേപോലെ തന്നെ നജീബിക്ക നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. എനിക്കറിയാം, നജീബിക്ക നേരെ അങ്ങോട്ട് വരൂലേ? ഓക്കെ. നജീബിക്ക അപ്പം നമ്മുടെ കൂടെ നേരെ വരും. കാരണം നജീബിക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് വരിക. വണ്ടി കൊണ്ടുപോയി അവിടെ വെച്ച് കഴിഞ്ഞാൽ പരമാവധി പുള്ളിനെ സോപ്പിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ലോക്ക് വെച്ചു. ഇത് താൽക്കാലികമായിട്ട് ലോക്ക് വെച്ചാൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ലോക്ക് വെച്ചു, താൽക്കാലികമായിട്ട് വെച്ചേക്കുന്നതാണ്. ഇനി ഉള്ളിൽ കുറച്ച് നമുക്കുണ്ടല്ലോ ഈ 5 ലോക്കും, പിന്നെ അതേപോലെ തന്നെ ഉള്ളിലെ ആ ബാത്റൂമിന്റെ ലോക്കും, ഇവിടുത്തെ ഞാൻ ആ പൊട്ടിച്ച ലോക്കും നോക്കി വണ്ടി പണി കഴിഞ്ഞു. ഇവിടെ പിന്നെ എന്നെ അടിക്കും നമ്മള് അതിന്റെ ആവശ്യം. ചാർജ് ബുക്ക് കിട്ടുന്നില്ലല്ലോ. ഇത് പണിതിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വീട്ടിൽ വെറുതെ കൊണ്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും പൈസ വെറുതെ വേസ്റ്റ് ആയിപ്പോ. അതുകൊണ്ട് ഇപ്പൊ അടിക്കുന്നില്ല. പൂമ്പി തുറന്നു പോട്ടെ. ഗൈസ് നോക്കൂ, ഞാൻ നേരെ വണ്ടിയെ കയറി. ഇവനെ സ്റ്റെപ്പ് അടക്കണേ, വണ്ടിയെ നീക്കി വെക്കും. അടച്ചോ എന്നാ വാ കയറ്. ഏതാനും കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഞാൻ SS നെപ്പോളിയൻ എടുക്കാൻ വേണ്ടി പോവാണ്. മഴ പെയ്തപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ചെറിയ രീതിയിൽ ലീക്ക് ഉണ്ട്. ഇതുകൊണ്ടോ എന്തായാലും തുറന്നു കൊടുക്കണം, അല്ലാതെ അവന് വരാൻ പറ്റില്ല. യെസ്, ഫൈനലി ദാറ്റ് ഈസ് ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ദൈവമേ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കാൻ പറ്റില്ല. ഇതുണ്ടോ
മഴ പെയ്തപ്പോൾ വെള്ളം വീണാക്കി പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കാൻ പറ്റില്ല. ഇത് കണ്ടോ വെള്ളം ഇവിടെ ലീക്കുണ്ട്. അതെന്നെ സംഭവം തരാം. കൊമ്പ് തട്ടിയിട്ട് ആ സൈഡില്ലേ നല്ല ലീക്കുള്ള. ഇനി അവിടെ ഒരു ഗ്ലാസ് കൂടെ വെക്കാം. പരിപാടി കഴിഞ്ഞു. എത്ര നാൾ കൂടിയാടാ? എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം അല്ലേ? ആ വണ്ടി ഇവിടെ കൊണ്ട് വെറുതെ നിർത്തിയേക്കില്ലായിരുന്നു അല്ലേ? ഗൈസ് നമുക്ക് ഏതാണ്ട് 1.5 മാസത്തിന് ശേഷമാണ് നമ്മള് വണ്ടി എടുക്കാൻ പോകുന്നത്. ബെൽറ്റ് ഇട്ടു. ചൂടാടാ മഴ പെയ്തിട്ടും. എന്റെ പോലെ AC വെച്ച് നമ്മള് കിടക്കിടാറ്റി ആക്കുമല്ലേ ഇവനെ. യെസ്, ഫൈനലി ഞങ്ങൾ അങ്ങനെ പോവാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇഷ്ടം പോലെ വണ്ടികൾ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വണ്ടികളായി. വണ്ടി എടുക്കുന്നില്ല ഇപ്പൊ തിരക്ക് കാരണം. ഒരാഴ്ചത്തേക്ക് ഇപ്പൊ വണ്ടി എടുക്കുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്കും തിരക്കായി. കാരണം ബസ്സുകള് ട്രാവലറുകള് അങ്ങനെയുള്ള വണ്ടികൾ കുറെ വന്നുകൊണ്ട് ഇനിയിപ്പോ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇക്ക പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചെറുകേട്ട് ചാവണ്ട് വരും അല്ലല്ലോ ഇവര്. വണ്ടി എടുക്കുന്നില്ല അല്ലേ? കഴിച്ച് നോക്കുക. അത് കാരണം വണ്ടി എടുക്കുന്നില്ലെന്നാ പറയുന്നുണ്ട്. ഇക്ക അതാ നേരെ കാറെടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടുന്ന് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്കാട്ടോ പോണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വരാൻ വണ്ടിയില്ല. അത് കാരണം ഇക്ക ബേക്ക് വരുമോ. ഇക്കയോട് ഫ്രണ്ടിലോട്ട് പോകാനാണ് ഇതും പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ആരാ ഫ്രണ്ട് എടുക്കുക? ഗൈസ് നോക്കൂ, ഇത്രയും വണ്ടികൾ ഇപ്പൊ മാറി മാറി ഓടിച്ചിട്ട് ഇത് കുറച്ച് കാലം ഓടിച്ചിട്ട് നല്ല കൊമ്പത്തിരുന്ന് ഓടിക്കുന്ന ഫീലിംഗ് ഉണ്ടോ. എന്ത് രസമെന്നറിയാമോ. പിന്നെ വേറെ കാര്യമുണ്ട് ഇവരെ. നമ്മൾ ഓരോ വണ്ടി കയറുമ്പോ അതിനായ ഒരു സൗന്ദര്യമുണ്ട്, അതിനുമായ ഓടിക്കാൻ ഒരു സുഖമുണ്ട്. എന്ത് രസം നല്ല ഹൈറ്റിൽ. ഇനി ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ 3 വണ്ടിയെ കുറിച്ചും പൊക്കി പറഞ്ഞിരിക്കണം അല്ലേ? ഓട്ടോമാറ്റിക് ഗൈസ് നോക്ക്, നല്ല രസമുണ്ട് ഇത് ഓടിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈവേയിലെത്തും. ആ ഹൈവേ നിന്നാണ് പിന്നെ നമുക്ക് തിരിഞ്ഞ എയർപോർട്ട് റോഡിലേക്ക് പോകേണ്ടത്. പിന്നെ വേറെ കാര്യം അധികം സ്പീഡിൽ പോകില്ല കേട്ടോ. നമ്മുടെ സാധനങ്ങളെല്ലാം അതിന്റെ അകത്ത് ഇരിക്കുക. വളരെ ചവിട്ടാതെ ബ്രേക്ക് ചവിട്ടാതെ എങ്ങനെ പോവാ അങ്ങനെ പോവാ. നമ്മള് പറവൂർക്കാവിലെത്തി ബ്ലോക്ക് റോഡ്. ഇനി ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കയറാൻ പറ്റും. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബ്ലോക്ക് കൂടുതലാണ്. സാധാരണ പമ്പിന്റെ അപ്പുറത്തു നിന്നാണ് ബ്ലോക്ക് വരുന്നത്. ഇന്ന് പമ്പിന്റെ ഇപ്പുറത്തു നിന്നായി പോയല്ലോ. എല്ലാം ഹെവി വണ്ടികളല്ലാടാ. നോക്കി എല്ലാം വലിയ വലിയ വണ്ടികളാട്ടോ. അതാ സംഭവം. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഹൈവേയിലെത്തി. ഇത്രയും നേരം വരെ നല്ല ബ്ലോക്ക് ആയിരുന്നു പറവൂർക്കാവില്. അത് കഴിഞ്ഞ് ഇപ്പൊ ബ്ലോക്കും കാര്യങ്ങളും എയർപോർട്ട് അങ്ങോട്ട് നമുക്ക് എത്തണ്ടേ. നോക്കി ഈ വണ്ടി ഉണ്ടല്ലോ, ഞാൻ നിർത്താതെ 1600 കിലോമീറ്റർ ഞാൻ കണ്ടിന്യൂസ് ഓടിച്ചിട്ടുണ്ട്. 1600 കിലോമീറ്റർ. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളെന്താ പറയാ, പകലിന്ന് രാത്രിയായി വെളുപ്പിനൊക്കെ ആട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഒതുക്കേണ്ടി വരും. അപ്പം ഇതേപോലെ തന്നെ ഞാൻ മറ്റേ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഏത് ട്രാവലർ. അത് 20 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടിന്റെ ഫീലിംഗ് രണ്ടാട്ടോ. ഇതിന് വേറൊരു ഫീലിംഗ്, അതിന് വേറൊരു ഫീലിംഗ് അല്ലേ ഇതിന്. വേറെ കാര്യമുണ്ട് ഇവിടെ. ട്രാവലിംഗ് നമ്മൾ കിലോമീറ്റർ പെട്ടെന്ന് ഓടിച്ച് നമുക്ക് മറിഞ്ഞു വരും. ഇതെന്ന് വെച്ചാൽ വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഓവർടേക്ക് കട്ട് ചെയ്ത് കയറാൻ ഇത്ര പാടായിരുന്നു അല്ലേ? ഇതിപ്പോ നമ്മളിപ്പോ ഈ കാണുന്ന റൂട്ടിൽ കൂടെ നമ്മളൊരു മയത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂത്ത് കഴിഞ്ഞാലേ ഈ സാധനം ഒന്ന് കയറി കിട്ടുള്ളൂ. ഇത് ഈ ഐഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി കുത്തി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റിയ വണ്ടി അല്ല കേട്ടോ. ടാറ്റയാണ് നമുക്ക് ചവിട്ടി പാറിച്ച് നശിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇതങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയല്ല. ടാറ്റയ്ക്കാണ് ഇനിഷ്യൽ പിക്കപ്പ് കൂടുതലാണ്. ലൈലാൻഡിനാണ് അത്രയില്ല. പക്ഷെ ഹൈവേ ലൈലാൻഡ് ഓടിച്ചു പിടിക്കാം. നമ്മൾ എയർപോർട്ടിലെത്തിയല്ലേ ഇവിടെ? എയർപോർട്ടിലല്ല, കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടുന്ന് 5 കിലോമീറ്റർ. ആ കാരണം അവിടെ നമുക്ക് തിരിച്ചുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു പോകും. ഇനി പറ്റൂല. കായ് കൊടുക്കണം. കായ് കൊടുക്കാൻ ഇതിനെ കൊണ്ട് കേറ്റൂല. ഇപ്പൊ അവിടെ കയറുന്നതിന് പൈസ കൊടുക്കണം കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മുടെ ട്രാവലർ പണിത അതേ സ്ഥലത്ത് തന്നെ വണ്ടി. നല്ല മനുഷ്യൻ അല്ലേ? പൊക്കം ഉണ്ടോ നോക്കണ്ട. ലോല ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വണ്ടി അങ്ങനെ AC പണിക്ക് ഉണ്ടോന്ന് നോക്കുകയാണ്. നജീബ് ഗ്രീൻ കാർ AC. ഗൈസ് നോക്കൂ, ഈ കാണുന്ന കടയിലാണ് നമ്മൾ AC കൊണ്ടുവന്നാക്കണേ. ഇന്ന് വണ്ടി കിട്ടണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ. ഇന്ന് വണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ പല കളിയും കളിക്കണം. പുള്ളി നാളെ എന്നൊക്കെ പറഞ്ഞു നിൽക്കണം. ഇന്ന് തന്നെ തീർക്കണം കേട്ടോ പരിപാടി. അതായത് നമ്മുടെ കയ്യിലത്തെ ബ്ലോവർ ഇല്ലേ, അതായത് അതല്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഇതുണ്ട്. AC-യുടെ വിൻഡ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു AC വിൻഡ് ഉണ്ട്. പിന്നെ അപ്പുറമൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൂടെ പിന്നെ കാറ്റ് വരുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാ സെറ്റപ്പും ഉള്ളതുകൊണ്ട് നമുക്ക് കയറ്റിയാൽ മാത്രം മതി. പൈപ്പിൻ്റെ അളവും കാര്യങ്ങളും നോക്കിയാൽ പൈപ്പ് മാത്രം മേടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് എന്ത് വരും, അതായത് നമുക്ക് AC-യുടെ ഇത് വരും കേട്ടോ. ഇത് ഊരാൻ പറ്റും. ഞങ്ങളുടെ സാധനങ്ങൾ എന്ത് ചെയ്തു വെച്ചേട്ടാ? എന്ത് ഇതാണോ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞേ? വാഷ് ചെയ്ത് ഞാൻ നീറ്റാക്കി തകർത്ത് വാരി വെച്ചാക്കാന്ന് പറഞ്ഞു. നോക്കിയേ, എന്തൊരു നീറ്റ്നെസ്. തകർത്ത് വാരി അത് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, എടാ അത് അവിടുന്ന് കൊണ്ടുവന്ന് ഞാൻ നീറ്റാക്കി ക്ലീൻ ആക്കി വെച്ചാക്കാന്ന് പറഞ്ഞു. നല്ല മനുഷ്യനാണ്, നല്ല ഹൃദയത്തിന്റെ ഉടമയാണ് അല്ലേ? പോയാലും നോക്കിയോ? ക്ലീൻ ഒക്കെ ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ടാ. പിന്നെ നമ്മളത് പുതിയത് അത് ഉപയോഗിച്ചിട്ടും കൂടി. ആകെ നിസ്സാരം ഓടിച്ചിട്ടുണ്ട്.
2 പ്രാവശ്യം അന്ന് ഓമിനിക്ക് വേണ്ടി നജീബ് കയറ്റി തന്നിട്ട് സാധനം. എന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, കാരണം നേപ്പാൾ പോകാൻ നേരത്ത് ഈ സാധനം മേടിച്ചു വെച്ചാണ്. ആ കാര്യങ്ങൾ നടന്നില്ലല്ലോ. പിന്നെ അതിന് ശേഷം ആ വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. കുറച്ചൊരു കാറ്റ് കൂട്ടാൻ പറ്റുള്ളൂ അതിന്റെ ഫ്ലോ അത്ര സാധനം അല്ല എന്നോട് പറഞ്ഞ മറ്റേപാട് കയറ്റി തരാന്നല്ലേ, അതിന്റെ അകത്തുള്ള ഫ്ലോവിന്റെ അകത്തോടെ കയറ്റി വിടാന്നല്ലേ പറഞ്ഞത്. ഇത് ചെറിയ വണ്ടിയല്ലേ, ഇതിന്റെ ആവശ്യമുള്ളതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ച ഈ സാധനം വെക്കുവാ അംബാസഡറിന്റെ പോലെ. അല്ലല്ലോ. ആ അതിനകത്ത് റേസ് വരും. ഓഹ് എന്നാ സെറ്റപ്പ് ആയിരിക്കും അല്ലേ. ഞങ്ങളെല്ലാം ഊരി വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി കയറ്റാൻ പറ, തകർത്ത് വരട്ടെ. ആ ഭയ്യ ജൽദി കറോ, ആജ് मेरे गाड़ी चाहिए प्लीज भैया, मैं एक्स्ट्रा സ്നേഹം ദിയേഗ. കണ്ടോ ഞാൻ അവനോട് പറഞ്ഞു. അതെ ഇത് നല്ല രീതിയിൽ സെറ്റപ്പ് ആയിട്ട് ചെയ്തോട്ടെ. കാരണം കാശ്മീരിലൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മൾ എഗ്നോട്ട് പോകേണ്ടി വരുന്നത്. നോക്കിട്ട് ചെയ്യാനുണ്ട് എല്ലാ ഭാഗങ്ങളും. ഇലക്ട്രിക് എസ് എത്രയാവും ക്യാബിനില്? ആ പുള്ളി ചെയ്യുന്നുണ്ടെന്ന്. താൻ ചെയ്യേണ്ടത് ഇലക്ട്രിക് എസ് ചെയ്യുന്നില്ലേ? ആ പുള്ളി ചെയ്യുന്നുണ്ട്. എത്രയാവും ചേട്ടാ അപ്രോക്സിമേറ്റ്? 65-60 തീരൂലേ? ആണോ? പിന്നെ ചിന്തിക്കണ്ടല്ലോ. ജോജിച്ചേട്ടൻ പൊക്കം പോലെ തന്നെ പൈസ കൂടുന്നാണ് പറഞ്ഞത്. 65 മേളിൽ 68. ആണോ? ഗൈസ് നോക്കുക, എന്തായാലും പണിയുടെ പണിയും കാര്യങ്ങളും ചെയ്യട്ടെ. ഇത് ഫുൾ അഴിക്കണം കേട്ടോ അതിനൊക്കെ. ഇതുമായിട്ട് പക്ഷെ അതിന്റെ ഉള്ളില് എടോ ജോജോ ഭായ്, ജോജോ ജോജോ നിങ്ങൾ പറഞ്ഞ സാധനം ഞങ്ങൾ 30,000 രൂപയ്ക്ക് അടുത്ത മാസം ചെയ്യും. മറ്റേ ഇലക്ട്രിക്കൽ എ സി ചൈനയിൽ നമുക്ക് ചൈനയായിട്ട് ബന്ധമില്ല. ഞങ്ങൾക്ക് ചൈനയായിട്ട് ബന്ധമുണ്ട്, അമേരിക്കയായിട്ട് ബന്ധമുണ്ട്, ഞങ്ങൾക്ക് റഷ്യ ആയിട്ടും ബന്ധമുണ്ട്. 6 മാസം കൊടുത്ത സാധനം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ചൈനയിൽ സാധനം എന്താ ഇറക്കണല്ലേ? നമ്മളായത് വന്നോടെ അല്ലേ? ഈ കാണുന്ന ഇവിടുന്ന് ഇത് ഫുൾ ഊരി മാറ്റി ഈ ഡാഷ്ബോർഡും സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം അഴിക്കും കേട്ടോ. ഇതെല്ലാം അഴിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ കംപ്രസറും സാധനങ്ങളും സംവിധാനങ്ങളും ഒക്കെ കയറ്റി ലെവലാക്കി എടുക്കാൻ വേണ്ടി. ട്രാവലറിന്റെ വേറെ ഒരു ഐഡിയ കണ്ടു. ഡബിൾ ഫാൻ കയറ്റി കഴിഞ്ഞിട്ടുണ്ട് കൂടെ കിട്ടും. നമ്മുടെ ട്രാവലർ ഇല്ല, അതിന് സിംഗിൾ ഫാൻ അല്ലേ, അത് ഡബിൾ ഫാൻ ആക്കി കഴിഞ്ഞാൽ ഇത് കിട്ടുമ്പോഴും എയർ ഫ്ലോ കൂളിങ് ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ കിട്ടുന്നു. ആ മേളില് നമ്മളതിന്റെ കണ്ടൻസറിന്റെ ഫാൻ അല്ലേ? ജോജോ എസി എന്ന് പറഞ്ഞ അപ്പൊ അവിടെ വരച്ചിലൊരു പിടിയാണ് ജോജോ. ജോജോന്റെ ഒരു പ്രത്യേകത ഉണ്ട്, എത്ര വർക്ക് കിട്ടിയാലും പിന്നെ ഫോൺ വിളിച്ചെടുക്കുക. അങ്ങനെയുള്ള വർക്കെല്ലാം വേറെ വഴിക്ക് പോകും. അങ്ങനെ ഒരു ഗുണഗണം അത്. പക്കയാണ്. ഇല്ല ഇപ്പൊ പുള്ളിക്ക് അങ്ങനെയുള്ള വലിയ തിരക്കോ. ആ ഭാരത് ബെൻസ് പ്രതീക്ഷയുടെ അവിടെ കിടക്കുക. കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ എത്തും. കൊട്ടേഷൻ കൊടുക്കാൻ ഒന്നും കൂടെ വിളിക്കണോ, സംസാരിക്കണോ? അല്ലേ അതന്നെ കൊട്ടേഷൻ അടുത്ത വണ്ടി ഇവിടെ എത്തും. ഗൈസ് ഈ കാണുന്ന ശബരി റെയിൽവേ പാതയുടെ മേൽപ്പാലം കേട്ടോ. ഇതിപ്പോ ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ എന്താ പെൻഡിങ് ആയി കിടക്കും, അങ്ങനെ എന്ത് സെറ്റപ്പാണ്. ഇത് ട്രെയിൻ മറ്റേ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് വെക്കണം. ഇതെന്നെ ശരിക്കും സംഭവം എന്നാ? ഇത് നിന്നോ? അത് ശബരിപ്പാത നിന്നോ? ട്രെയിനാണോ? ആ ട്രെയിൻ അതിന്റെ അടിയിൽ കൂടെ ഇതിന്റെ മേൽപ്പാതയാ. റെയിൽവേ പാളോ? ആ ഇത് എവിടം വരെയാ? ഇത് എവിടം വരെയാ? ശബരിമല വരുമോ? ശബരിമല വരെയാ? എവിടുന്ന്? എവിടുന്നാ? എന്തുകൊണ്ടൊന്നര വന്നു കഴിഞ്ഞാൽ ചെങ്ങന്നൂരും കോട്ടയൊന്നും സ്വാമിമാർക്ക് ഇറങ്ങണ്ട, നേരിട്ട് അവിടെ ഇറങ്ങേ. ഓഹോ ഗൈസ് നോക്കൂ, എന്തായാലും ഇത് ഞങ്ങൾ അന്നും ഏതോ കണ്ടപ്പോഴും അതേപോലെ തന്നെ ഇന്നും ഇതേപോലെ. ഇപ്പൊ രണ്ടു വർഷമല്ലേ ഞങ്ങൾ പോയിട്ട് വന്നു. വർക്ക് കൂടുതൽ ഇത് വന്നു കഴിഞ്ഞാൽ ട്രെയിനിന്റെ ചെയ്യല്ല, ഓരോ ബോഗിയോടെ നിർത്തി കൊടുത്താൽ പിന്നെ പുള്ളി അല്ലാതെ ജോജേട്ടൻ ആരാ? ട്രെയിൻ പണിയുന്ന മേസ്തിരി, റെയിൽവേ മേസ്തിരി. എന്നും പണിയായിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ എന്തൊക്കെയോ പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഇന്ന് തന്നെ അഴിച്ച് പണിത് സെറ്റ് വയ്ക്കണം. ഈ കാണുന്ന ഡാഷ് ബോർഡ് അഴിക്കണം. അങ്ങനെയാണോ ചോദിച്ചേട്ടാ? ഈ ഡാഷ് അയച്ച് ആണോ? ഈ ഡാഷ് അയച്ച് ആ തൊപ്പി എടുത്തു, വണ്ടി നിന്നാൽ തൊപ്പി എടുത്തു. 3500 രൂപയുടെ തൊപ്പി എടുത്തു. കുതിരയും വേണം. ഈ കാണുന്ന ഡാഷ് ബോർഡ് ഊരി കഴിഞ്ഞാൽ പട ഭയ്യ ഡാഷ് ബോർഡ് ഫസ്റ്റ് നിൽക്കണൊക്കെ പൂര വർക്കിംഗ്. പൂര വർക്കിംഗ്. നിങ്ങളെ എലിയുടെ വിഷം, അതായത് എലിയുടെ പശ, അത് ജോജോ ചേട്ടന് കൊടുത്തു 3 എണ്ണം. ജോജോട്ടാ പക്ഷെ നിങ്ങളായിട്ട് ഞങ്ങളുടെ വണ്ടിയിലുണ്ട്. ഇത് ഒരെണ്ണം ഡിക്കി വെക്കണം. ഡിക്കി തുറക്കാൻ പറ്റില്ല.
പിന്നെ എങ്ങനെ വെക്കും? അത് വെച്ചിട്ടല്ലേ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് വെച്ചോളാം. അങ്ങ് തന്നേരെ, ഞാൻ താക്കോൽ എടുത്തുതരാം. അല്ല പിന്നെ താക്കോൽ എന്താ ചോദിച്ചേട്ടന് കൊടുത്താ? നീ തിരിച്ചു വാങ്ങിച്ചു എന്നാ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ചോദിച്ചേട്ടാ. അതാ കണ്ട. മറ്റേ ലോക്ക് വെക്കാൻ മറക്കല്ലേ. ആ പോവാണ്. ആ എലിവേഷൻ വെക്കാൻ പറ്റൂലേ? ആ ഇതിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെ ഒക്കെ വെച്ചോ. ആ ഡിക്കിയിലെ വെക്കണ്ട, ഡിക്കിയുടെ താക്കോലില്ല. ഡിക്കി മറ്റേ സ്ക്രൂ കൊണ്ട് തുറന്നിട്ട് ലോക്ക് അടിക്കാവോ? നമ്മള് അങ്ങനത്തെ അറിയില്ല, അറിയില്ലല്ലോ. പ്ലീസ് അങ്ങനെ നോക്കുവോ ചേട്ടാ? തുറക്കുവോ? നോക്കട്ടെ. അതോ അത് ചെയ്യണേ. ഞാൻ പോവാണ്. എല്ലാ ഉത്തരവാദിത്വം ചോദിച്ചേട്ടൻ്റെ തലയിൽ കെട്ടി വെപ്പിച്ചിട്ട് ഞങ്ങൾ പോവാ അല്ലേ? എനിക്ക് വെക്കണം, വണ്ടി മൊത്തം നോക്കണം, വണ്ടിയുടെ കുറെ ലോക്കുകൾ പോയിട്ടുണ്ട്, ആ ലോക്കുകൾ ശരിയാക്കണം, അടച്ചിടണം. ഇതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോവാട്ടോ. ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, അതായത് ബിസിനസ് ടാർഗറ്റ് കൊടുത്താക്കുന്ന പോലെ ഞങ്ങൾ ടാർഗറ്റ് കൊടുത്തിട്ടോ വന്നേക്കണം. അതായത് എലീനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ എടപ്പള്ളിക്ക് പോകണം. മാക്കിന്റെ ഇവിടം വരെ, സോറി മാക്കല്ല, ആപ്പിളിന്റെ സ്റ്റോർ വരെ. ഞാൻ പുതിയ മറ്റേ ഇതെടുത്തല്ലോ, ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ 12ന്റെ ചെറിയൊരു കംപ്ലൈന്റ്, അതായത് അതിന്റെ പിന്നെ ഇത് ഐക്ലൗഡിൻ്റെ കാര്യം കൊണ്ട് ചോദിക്കണം. കംപ്ലൈൻ്റ് അല്ല, അതിൻ്റെ ഐക്ലൗഡ് അന്ന് പോലീസുകാർ കൊണ്ടതിന് ശേഷം അത് പിന്നെ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇതൊക്കെ മറന്നു പോയി. അത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ അതൊന്നും ചോദിക്കാണ്ട് പോകണം കേട്ടോ. നാളെ ഉച്ചയ്ക്ക് നമ്മുടെ വണ്ടി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും വിശ്വസിച്ച് ഞങ്ങൾ പോവുക അല്ലേക്കാ? ഞങ്ങൾ പിന്നെ ജോജോ അല്ലേ? അതെ ജോജോ അല്ലേ? അയാൾ ഉറപ്പായിട്ടും നാളെ കഴിഞ്ഞ് തരുവിടും ഉറപ്പായിട്ടോ. അയ്യോ ഞാൻ വർക്ക്ഷോപ്പിൽ പോകണം. പിന്നെ വേറെ കാര്യമുണ്ട്, അവർ രാത്രി പണി ചെയ്ത് തീർക്കും. അതിലിപ്പോ മറ്റുള്ള സ്ഥിരം വരുന്ന വണ്ടിക്കാരെ നൈറ്റ് അടിച്ച് തീർക്കും. എല്ലാ സാധനം ഉണ്ടല്ലോ. 2021 മേടിച്ചല്ലേ അത് അല്ലേ? 2021 ഇക്ക ഞങ്ങൾക്ക് മേടിച്ചു തന്നാണ് ആ കാണുന്ന AC-യുടെ സാധനം. ഓമിനിക്ക് 2021 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഓമിനിലൊന്നും പോസിബിൾ അല്ല കേട്ടോ. പിന്നെ നടന്നൊന്നുമില്ല. പിന്നെ ഞങ്ങള് അനുസരിക്കുമല്ലോ. അംബാസഡറിന്റെ അല്ലായിരുന്നു കേട്ടണ്ടേ, 800ന്റെ ഓമിനിക്ക് വലിക്കല്ലോ. മനുഷ്യൻ വലിക്കുന്നുണ്ട്, പിന്നെ വണ്ടി വലിച്ചാൽ എന്താ? മനുഷ്യൻ വലിക്കുന്ന പുകയാ. മനുഷ്യന് പ്രായമൊക്കെ ഉണ്ടല്ലോ, പഴക്കമുള്ള വണ്ടിയാ. ഇനി അടുത്ത കേസ് ഞാൻ പറയാം. നമ്മുടെ വണ്ടിക്ക് 21 വയസ്സ് പഴമുണ്ട്. 21 വയസ്സുണ്ട് ഓമിനിക്ക്. ഇനി അടുത്ത കേസ് ഞാൻ പറയാം. പിന്നെ പുള്ളി അവിടെ കരച്ചിൽ തുടങ്ങി, കരി കേട്ടോ. അതായത് അടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിസകൾ ശരിയാക്കണം. അതിൽ 2-3 വിസകൾ ഞങ്ങൾ പോകും. ഗ്രീസ്, പിന്നെ അതേപോലെ തന്നെ UK, പിന്നെ അതേപോലെ തന്നെ ഫ്രാൻസ്. ഈ 3 വിസ, തുർക്കി, ഈ 3 വിസയ്ക്ക് നമ്മൾ പിന്നെ എംബസി പോകണമെന്ന് പറഞ്ഞു. അതിൽ തുർക്കിക്ക് വേണ്ട, ബാക്കിയെല്ലാം എംബസി പോകണമെന്ന് പറഞ്ഞു ഡൽഹിയിൽ. അപ്പം ഇനി പരിപാടിയുണ്ട്. മിഗ് ഫ്രാൻസിന്റെ അല്ല, റഷ്യയുടെ. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ തൊട്ട് സൈഡിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ ആയിട്ട് നമ്മൾ പോകണം. സത്യം പറഞ്ഞ സ്ഥലത്തിന്റെ പേരെന്നേക്കാ? ഈ സ്ഥലത്തിന്റെ പേരുണ്ടല്ലോ, എനിക്കറിയില്ല. അല്ല എവിടെയാണോ ഈ സ്ഥലം? നമ്മള് ജോജോ നെടുമ്പാശ്ശേരി തന്നെ. നെടുമ്പാശ്ശേരിന്ന് കാലടി പോകുന്ന റൂട്ടിലാണ്. ഒരു 4 കിലോമീറ്റർ ഉണ്ട് കാലടി പോകുന്ന റൂട്ടില്. നെടുമ്പാശ്ശേരിന്ന് കാലടിക്ക് പോകുന്ന ഭയങ്കര തിരക്കാ മലയാറ്റൂര്. സീസൺ ആണല്ലോ. ഗൈസ് നോക്കൂ, നെടുമ്പാശ്ശേരി തൊട്ടടുത്തായിട്ട് നമ്മൾ ഈ വണ്ടി പണിയാൻ വേണ്ടി കൊടുത്താക്കണേ. ഫൈനലി നമ്മൾ അങ്ങനെ എയർപോർട്ടിന്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിട്ടോ. ടെർമിനൽ 3, ടെർമിനൽ 2 അങ്ങനെ ആയിരിക്കണം. ഓവർലോഡ് പിടിച്ചിട്ടാക്കണ എന്റെ പൊന്നെ. എന്റെ സ്റ്റേഷനിൽ പിടിച്ചിട്ടാക്കുന്നത് ഓവർലോഡിന്റെ. എന്റെ അമ്മോ, ഞങ്ങളിപ്പം തൊട്ട് എയർപോർട്ടിന്റെ തൊട്ട് സൈഡിൽ കൂടെ ആയിട്ടാ പോണേ. നമ്മളിനി നേരെ ഇവിടുന്ന് എടപ്പള്ളിക്കാണ് പോണത്. അപ്പോൾ ഗൈസ് നോക്കൂ, പണ്ടൊക്കെ നമ്മൾ ബസ് കൊണ്ട് വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവിന് കയറി ഇറങ്ങി വരൂലേ? അതൊന്നും ഇനി നടക്കില്ല കേട്ടോ. ഇനി കയറി ഇറങ്ങുന്നതിന് പൈസ കൊടുക്കണം. മറ്റേത് അല്ലേ? മറ്റേത് അങ്ങനെ അല്ലായിരുന്നു. കയറി ഇറങ്ങി 10 മിനിറ്റ് 15 മിനിറ്റ് ലേറ്റ് ആയി പൈസ കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. ആയിരിക്കും അല്ലേ? ഗൈസ് ഇതാണ് എൻട്രി. എന്റെ പൊന്നെ, എയർപോർട്ട് കാണുമ്പോൾ എന്തോ ഒരു ഇതാട്ടോ, എന്തോ ഒരു ഇത് അല്ലേ? ഗൈസ് നോക്കൂ, പ്രൈവറ്റ് ജെറ്റ് നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹം. വീണ്ടും ഫ്രണ്ട് എങ്ങനെയാണ് പൊട്ട ഇടാൻ പറ്റും? ഹെലികോപ്റ്റർ ചെറുത് മെട്രോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി. നമ്മുടെ കിടപ്പാട് അവിടെ ആയിപ്പോട്ടെ. ഇപ്പൊ നമുക്ക് കിടക്കാൻ സ്ഥലമില്ല. ഇന്ന് രാത്രി എന്തായാലും ഹോട്ടൽ എടുക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഹോട്ടലിൽ കിടക്കുന്നത്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഈ വണ്ടിക്കകത്താണ്. ഇതിൻ്റെ അകത്താണ് ക്യാമറ, ലാപ്ടോപ്പ്, അതുപോലെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ
പണി പാളിയാനിപ്പം. ഓ ഇതെല്ലാം ഒന്ന് കറക്റ്റ് വെക്കട്ടെ കേട്ടോ. എൻ്റെ അമ്മേ. S1H സേഫ് ഒക്കെ ആക്കാം. യെസ് സേഫ്. അപ്പോൾ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ്. ഓ FS3 എടുത്തു പക്ഷെ ലെൻസ് ഇല്ല. അല്ല S1H എടുത്തു പക്ഷേ ലെൻസ് ഇല്ല. ഗൈസ് കാക്കി ഇവിടെ വന്നു തിരക്കേ. കാരണം രാവിലെ ഞങ്ങളുടെ അടുത്ത് വന്നതുകൊണ്ട് വർക്ക്ഷോപ്പിൽ ഒരു കാര്യം നോക്കാൻ പറ്റില്ല. ഇനിയിപ്പം പോയി നോക്കി എല്ലാം അറിഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ബൂസ്റ്റൊക്കെ ആക്കി ഓടി നടന്ന അല്ലേ വണ്ടികളുടെ കൊട്ടേഷൻ ഉള്ള സംഭവമാണ്. ഗൈസ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്കാനിയെ കയറണമെന്ന്. ഞാനും കയറിയിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല. ഞാനും അതെ. ചില ഡ്രൈവർമാർ പറയുന്നത് സ്കാനിയാണ് നല്ലത്, ചില ഡ്രൈവർമാർ പറയുന്നത് വോൾവോ ആണ് നല്ലത്, ചില ഡ്രൈവർമാർ പറയുന്നത് ലൈലാൻഡ് ആണ് നല്ലത്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഏച്ചറാണ് നല്ലത്, അതാണ് നമ്മുടെ അടുത്തുള്ളൂ അല്ലേ. ഗൈസ് ഇവിടെ ഒരു വണ്ടി പണിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. നോക്കിയേ അതിന്റെ നടുക്കത്തെ സാക്ഷി പോകുന്ന നോക്കിയേ. ഇത് എൻ്റെ പൊന്നെ ഫ്രണ്ടിൽ നിന്ന് ബേക്ക് വരെയുള്ള സാക്ഷി. പ്രകാശിന്റെ വലിയ വണ്ടി അത് ലൈലാൻഡാന്ന് തോന്നുന്നു. ലൈലാൻഡ്. ഇതിനകത്ത് ലഗേജ് ബേസ് എന്തോരാന്ന് നോക്കി. ലഗേജ് ബേസ് ഇത് സംഭവം എന്ന് വെച്ചാൽ വോൾവോ സെയിം ബോഡി അല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വണ്ടിയും കൊണ്ട് പണിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് എന്തോ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ഭാരത് ബെൻസിൽ വന്നാക്കുന്ന കേട്ടോ. അതെന്തായാലും അത് നടക്കട്ടെ. ഇനിയുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ വന്ന ഈ കാണുന്ന വണ്ടിയില്ല, ഇത് ഞങ്ങൾ ഇരട്ടിക്കും വരുന്നുണ്ടായിരുന്നുണ്ട് ഈ വണ്ടി. അപ്പോൾ ഈ കാണുന്ന വണ്ടി വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് കയറിയിരിക്കാൻ ഒരു മോഹം. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാനൊന്ന് കയറി. ലിവിനെ ഇത് 48 സീറ്റാട്ടോ. നീ ചോദിച്ചായിരുന്നോ? 40 സീറ്റ്. എടാ കയറിക്കോട്ടെ. കണ്ടോ അവൻ സമ്മതം തന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി. ഞാൻ അങ്ങനെ ഫൈനലി സ്കാനിയ കയറി. പണ്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്കാനിയ വോൾവോ ഒക്കെ റിവ്യൂ ചെയ്യണമെന്ന്. അന്ന് നടന്നില്ല. നോക്കൂ ഈ വണ്ടി എത്ര സീറ്റാ അറിയാമോ? 48. 46 48 48 വിത്ത് ഒരു സ്ലീപ്പർ. അതായത് ഒരു ലോങ് ഡ്രൈവിന് ഒരു സ്ലീപ്പർ വേണം പോലും. അതായത് എവിടെ പോകുമ്പോഴേ ചെന്നൈക്കൊക്കെ പോകുമ്പോഴല്ലേ ചെന്നൈക്കൊക്കെ പോകുമ്പോഴല്ലേ ഗൈസ് നോക്കൂ. അതായത് ചെന്നൈക്കൊക്കെ പോകുമ്പോൾ ഒരു ഡ്രൈവറിന് കിടക്കാനുള്ള സീറ്റ് ബേക്കിലുണ്ട് സ്ലീപ്പർ പോലെ. ഇത് 48 നോക്കിയ സീറ്റ് നോക്കിയാൽ കിട്ടില്ല സീറ്റ്. സ്ലീപ്പർ ഉണ്ടല്ലോ, ഒരെണ്ണം ഉള്ളടാ ഡ്രൈവറിന് കിടക്കാനുള്ള. വി ആർ നോട്ട് റെസ്പോണ്ട് ഫോർ യുവർ ബാഗേജസ്. നിങ്ങളുടെ സാധനത്തിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരാൻ നേരത്തെ ക്രൂസ് കൺട്രോള്, പിന്നെ ഇതെന്നാ പൊക്കുന്ന അല്ല ഇറക്കം ഇറങ്ങാൻ നേരത്തുള്ള സ്വിച്ച്. നോക്കി ഇവിടെ നോക്കിയേ. അടേ ഇതാട്ടോ ഗീറ്. ഇതാ ഗീറ്. അതെങ്ങനെ വരുന്നത്? ഇത് തിരിച്ച് ബാക്കോട്ട് ഇട്ടാ ഇതിങ്ങനെ ഇടാൻ പാടില്ല, ഓണാക്കിട്ട് ഇടാൻ പാടുള്ളൂ. ഇത് ബാക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ്, ഫ്രണ്ടിലേക്ക് ഇതുണ്ട്. ഇതാ ഡ്രൈവ് മോഡ്, ഡി ഡ്രൈവ്, ന്യൂട്രൽ ഇതുണ്ട്. ഇവിടെ നിങ്ങൾ തിരിച്ച് റിവേഴ്സ്. ഓട്ടോമാറ്റിക് അല്ലേ വണ്ടി? ഇത് ഇങ്ങനെ പൊക്കിയ പാർക്ക്, പിന്നെ ഇങ്ങനെ ഞെക്കിയ വേറെ എന്തൊക്കെ അങ്ങനെ ഒരു സംഭവമാണ്. ഇതാണ് ഹാൻഡ് ബ്രേക്ക്, ഇതേ ലൈറ്റ്. ഇത് ഫുൾ സെൻസർ വണ്ടി കേട്ടോ. കിട്ടുന്നില്ലടാ ഇത് പറക്കുന്നത് അത്ര മറ്റേ ബോളോ പറക്കൂല. സ്പീഡിൽ ഇതാണ് പെട്ടെന്ന് ടക്കടക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്ലേഡ് അടിക്കാൻ പറ്റും ഈ വണ്ടിന്റെ അകത്ത്. ഇനീഷ്യൽ പിക്കപ്പ് ഭയങ്കരമാണ്. ഒരു മിററിൽ എത്ര ലൈറ്റ് ഇതാന്ന് നോക്കിയേ. ആഡംബരം. ഇവിടെ TV ഉണ്ട്. വേറെ കാര്യമുണ്ട്, ഇന്ന് ചിന്തിച്ച ഈ വണ്ടി എടുക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഇല്ല, നിർത്തിപ്പോയി, കമ്പനി നിർത്തിപ്പോയി. ലാഭകരമായി ഇതുണ്ട് ഇവിടെയൊക്കെ സെറ്റ് സാധനങ്ങളൊക്കെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സ്കാനി എടുക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ സ്കാൻ എടുത്ത് ഓടി പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ. കാരണം ഇവിടെ വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കൂല. ഇഷ്ടംപോലെ സ്പേസ്. എന്നാ സെറ്റപ്പ് എന്നറിയാമോ? എനിക്ക് തോന്നുന്നു വണ്ടികൾ ഇപ്പം കുറവാന്ന് തോന്നുന്നു. സ്കാനിയും നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ റെയർ വണ്ടികളേ ഉള്ളൂ ഇപ്പം. ഏറ്റവും ഉള്ളൂ. ഏറ്റവും അവസാനം സ്കാനി എടുത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഏതൊരു കമ്പനി. ഞങ്ങൾക്ക് വണ്ടിയില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ കിടന്ന വണ്ടി പോയി. ഞങ്ങളിത് കണ്ടപ്പോൾ ആവേശം മൂത്തങ്ങ് കയറി കേട്ടോ. എന്ത് രസം നോക്കിയത് കാണാൻ വേണ്ടി. ഇതിന് പ്രത്യേക ലുക്ക് കേട്ടോ. ലോങ് കൂടുതൽ കേട്ടോ, നീളം കൂടുതലാണ് വോൾവോനെ അപേക്ഷിച്ച് അല്ലേ. എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ലുക്കായിട്ട് തോന്നുന്നുണ്ട് ഈ വണ്ടി ഉണ്ട്. എന്തായാലും ഞങ്ങളുടെ ആഗ്രഹം. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ട്. വൈകിട്ട് നമുക്ക് താമസിക്കാൻ ഒരു ഹോട്ടൽ എടുക്കണം. ഞാനും ലിവിനും അഖിലും കൂടെ പോകും. അഖിലിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അവനെ കൊണ്ട് പോകും. പോകണ്ടേ വൈകിട്ട് പോവാം. ഗൈസ് നോക്കൂ, ഇക്ക അറിയാതെയാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുന്നത്. ഇക്ക അറിഞ്ഞ ഈ പരിപാടി പൊളിയും. ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല ഒരു 4 സ്റ്റാർ 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കണം. അപ്പൊ നമ്മൾ ഇന്ന് തകർക്കും അല്ലേ. എടാ ഇതല്ലേ വോൾവോ എടുക്കുന്നത് മൾട്ടി ആക്സില് സ്കാനിയ. ഓ ഗൈസ് രണ്ടെണ്ണം ഒരുമിച്ച് വർഷോപ്പിൽ കിടക്കോട്ടോ. ഏതിനാണ് നീളം കൂടുതൽ? രണ്ടും സെയിമാണ് തോന്നുന്നു. പക്ഷെ ഇത് കാണാൻ സ്കാനിയാണ് കുറച്ച് നീളം കൂടുതൽ തോന്നുന്നു. ആണോ? ഇതേ വോൾവോ ഇതേ സ്കാനിയ. പക്ഷെ കാണാനും ഭാരത് ബെൻസ് അല്ലടാ, പ്രകാശാടാ. ഭാരത് ബെൻസ് ആയിരിക്കും.
ആടാ ഭാരത് ബെൻസാ ചപ്പല്ലേ പോലെ. പക്ഷെ ലുക്ക് കുറച്ചും കൂടെ ഇതിനാ സ്കാൻ ചെയ്യിക്കാല്ലടാ അല്ലേ? വേറെ കാര്യമുണ്ട്, ഇതും പുതിയ മറ്റേ ഇതും കൂടെ വോൾവോ വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ വോൾവോയൊക്കെ കാണാൻ രസം. ഇത് പുതിയ ഇറങ്ങിയില്ലല്ലോ. ഇത് പുതിയ ഇറങ്ങിയില്ല. മലേഷ്യയിലൊക്കെ ചെല്ലുന്നത് സ്കാനിയേ ഉണ്ടായിരുന്നു. മലേഷ്യ പോകുമ്പോൾ സ്കാനിയുടെ ഒക്കെ ലോറിയാണ് വോൾവോയുടെ ഒക്കെ കണ്ട് കൂട്ടി വന്നു. വോൾവോയുടെ ടാങ്ക് എത്രയാണ് പറഞ്ഞത്? 600 700. ഇത് 600 ഇത് മട്ടിയാഴ്ചയിൽ ഓടുന്നത് അല്ലേ? ഇത് 600 700 കാണും ലിറ്റർ. ഓ ഗൈസ്, ഇതിന്റെ ലൈറ്റ് ഒക്കെ എമൗണ്ട് ലൈറ്റുകളാട്ടോ. എന്തായാലും വണ്ടി കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഇതിന് എന്തൊക്കെയോ പണിയുണ്ട്, അതിന് വേണ്ടി വന്നാട്ടോ. ഈ കാണുന്ന റോയിൽ ഓടിക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഈ കാണുന്ന വണ്ടിക്ക് 2.5 മൈലേജ് ഉള്ളു. അത് ശരിയായിരിക്കും കേട്ടോ, 2.5 മൈലേജേ ഉള്ളൂ. ആർഭാടം ഉണ്ടല്ലോ, അപ്പം ആഡംബര ബസ്സാണല്ലോ. ഇതിന്റെ ഈ വീലൊക്കെ തിരിയും കേട്ടോ, ഈ കാണുന്ന സാധനമൊക്കെ. ഓഹ്, പണ്ടൊക്കെ ഇതൊക്കെ കാണാനും കയറാനൊക്കെ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്നറിയാവോ. ഇത് സെയിം ആണെന്ന് തോന്നുന്നു കേട്ടോ ലിവിനെ. ഇത് സെയിമാ, 2.5 മൈലേജ് രണ്ടിനും. അതെ, 2 മൾട്ടി ആക്സിലും സെയിം ആട്ടോടാ. 3 കിട്ടും. സെയിം ആടാ നീട്ടോ. പക്ഷെ ഇത് നിർത്തിയിടുമ്പോ വണ്ടി താഴും കേട്ടോ, ഏറ് താഴും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നിർത്തിയിട്ട് കഴിഞ്ഞാല് മുതലാളിയുടെ സ്കാനിയക്ക് മെയിൻ്റെനൻസ് ഭയങ്കര കൂടുതലാട്ടോ. മെർസിഡീസ് ഒക്കെ പോലെ മറ്റേന്നൊക്കെ സാധനം എന്ന് വെച്ചാൽ റീഫ്രഷ് സാധനങ്ങൾ കിട്ടും. അതായത് നമ്മുടെ ഒരു സാധനം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ ചെറിയ പൈസ കിട്ടും. അവരത് റെഡിയാക്കി വീണ്ടും നമുക്ക് ഇച്ചിരി പൈസ കൂട്ടി ഇരിക്കും. വോൾവോ ഒക്കെ ഇഷ്ടംപോലെ വഴിയായാലും ഊരി വരും. പക്ഷെ ഇതിന്റെ കാര്യമൊക്കെ അറിയില്ല കേട്ടോ. ഇത് ബാംഗ്ലൂരിൽ നിന്ന് ശരിയാക്കുന്ന ഇഷ്ടം പോലെ മെക്കാനിക്ക് വഴിക്ക് നമുക്ക് കിട്ടും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവാണ് അല്ലേ? ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിന്റെ ഓഫീസിൽ പോട്ടോ. ഫൈനലി ഞങ്ങൾ ഹോട്ടൽ റൂം എല്ലാം ബുക്ക് ചെയ്ത് എവിടെയാണ് സ്റ്റാർട്ട് അവിടെ കൊടുക്കില്ല, ഇവിടെ വന്നു 35 17 ഞങ്ങൾക്ക് ഇന്ന് വണ്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. തൊപ്പി എടുത്തില്ല, കുഴപ്പമില്ലല്ലോ. സഡൻ ബൈക്ക് എവിടെയാണെന്നറിയാവോ? എവിടെയാ? മറ്റേ മാനേജർ ടോണി ഇരിക്കുന്ന അവിടെ. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ ഫൈനലി ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഒരു ഇന്ന് വണ്ടി ഇല്ലല്ലോ, അപ്പോൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. നാളെ വണ്ടി കിട്ടും. 2800 രൂപയ്ക്ക് 3 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം. എടശ്ശേരി സ്കൈലൈനോ അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹോട്ടലുകാർക്ക് നഷ്ടമാവില്ല. അപ്പൊ ആ ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് റൂം എടുത്താക്കുന്നത്. അവിടെ പോയി കിടക്കുന്നു, അവിടെ പൂളിൽ പോയി കുളിക്കുന്നു, കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ 7 മണിക്ക് നമ്മൾ തിരിച്ചു വരും. ഡ്യൂട്ടിക്ക് അഖിലും ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് പോകും. അതായത് അഖിലിനെ കൊണ്ടതിന് പൂരത്തെറിയായിരുന്നു. പിന്നെ അവന് പൂര ആഗ്രഹമായിരുന്നു വരണം എന്നുള്ളത്. അപ്പൊ പിന്നെ അവസാനം അതായത് അവനൊരു ഇങ്ങനെ ഒരു ഹോട്ടലിൽ പോണം ആഗ്രഹം നമ്മളെല്ലാം നടത്തുന്നേ അല്ലേ? ഗൈസ്, ഇനിയിപ്പോ ഞങ്ങൾ നേരെ ഈ കാണുന്ന ഇതിലാണ് നമുക്ക് പുറത്തോട്ട് പോകേണ്ടത് കേട്ടോ. അപ്രോക്സിമേറ്റ് എത്രയാ? 17 കിലോമീറ്റർ. ഫൈനലി ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് പറവൂരെത്തി. ഒരു ചെറിയ സിഗ്നൽ ബ്ലോക്ക് അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അപ്രോക്സിമേറ്റ് ഏതാണ്ട് 7 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. 18 മിനിറ്റ് വേണം. നമുക്ക് സത്യം പറഞ്ഞത് നഷ്ടാ. കാരണം രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് രാവിലെ 11 മണി ഒരു സമയമുണ്ട്. നമ്മളിപ്പം പോകുന്ന സത്യം പറഞ്ഞാൽ 8 മണിക്കാട്ടോ. ഇല്ലേ, ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇതാണ് ഹോട്ടൽ. അയ്യോ, കാണുന്ന ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ലിവിൻ ബാഗും സാധനമൊക്കെ എടുക്കാൻ പോയതാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. രാത്രി ഒന്നും മനസ്സിലാവൂല. എല്ലാം എടുത്തോല്ലോ, പിന്നെ ഒന്നും മിസ്സാവണ്ട. എൻ്റെ കയ്യിലാണ്. ലിവിൻ ക്യാമറ കിട്ടിയ പിന്നെ അങ്ങ് പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതാ പൂളുന്ന. ഇത് പൂളൊന്നും അല്ല. വെറുതെ പറ്റിക്കപ്പെട്ടു. ഇത് ചിപ്സ് ഇട്ടാക്കുന്ന റിസപ്ഷൻ എവിടെയാ? ബാങ്കറ്റ് റിസപ്ഷൻ ഏതായിരിക്കും? ബാ. ഓ, ഇത് ഗംഭീര പൂളാട്ടോ. ഇത് ഗംഭീര ഹോട്ടലാണ്. ആദ്യം പോയിട്ട് നമ്മുടെ ബുക്കിങ് സംഭവങ്ങളൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പി രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ പൂളുള്ളൂ കേട്ടോ. ഓ, പണി ലിവിനത് പൂളിലേക്ക് പോയേക്കുന്നു. അവിടെ ഞാനൊന്നും അവിടെ വരെ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ റിസപ്ഷനിൽ നമ്മൾ അറിയാവുന്നൊരു പയ്യനാണ്, അവൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓഹ്, ഗംഭീരം. എങ്ങനെയുണ്ടോ ലിബി? ഓ വാവ്, ഹായ്, എന്ത് രസമാണ് ഗൈസ്. 2800 രൂപയ്ക്ക് കേട്ടോ നമുക്ക് 3 പേർക്ക് കിട്ടിയ. ഓ, അടിപൊളി. ഇല്ലടാ, 6 ആയിരിക്കും. കാരണം ഗസ്റ്റ് ഉള്ളതുകൊണ്ട് അലമ്പാകുന്നതുകൊണ്ടായിരിക്കും. ഓ, ഗംഭീരം. ഓ, കിടിലം പൂള് കേട്ടോ. ഓ, അങ്ങോട്ടുള്ള വ്യൂ നോക്കിയാടാ. പകല് സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അതെ, പകല് കിട്ടുമായിരിക്കും കേട്ടോ. തേങ്ങാപ്പൊളി ചോദിച്ചു. നമുക്ക് നേരെ റൂമിൽ പോവാം കേട്ടോ. ഇവിടെ എവിടെയെങ്ങനെ നമ്മൾ റൂം. റിസപ്ഷനും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നേരെ മേലോട്ട് കയറി പോവാം കേട്ടോ. ഓ, ഇത് വേറെ ഹോട്ടൽ കേട്ടോ. ഇത് സെറ്റപ്പ് സംഭവം കേട്ടോ. വാ, ഹൈ ബീച്ച്. രാത്രി അല്ല, പകല് കാണാലോ. അതിൽ നമ്മുടെ റൂം തുറന്നു തന്നു. ഇതാണ് റൂം. സംഭവം ഗംഭീര റൂമാണല്ലോ. ഓ, ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് എവിടെ ഇടുന്നത്? ഓ, ഫുൾ ലൈറ്റ് ഇല്ല.
ഇവിടെയാ വിട് കത്തിക്കും ഫുൾ കത്തി ഹൗ ടീ കോഫി എല്ലാ സാധനവും ഉണ്ട് ഗായ്സ് തുറക്കുന്നു സൂപ്പർ ഇവിടെ നമുക്ക് നന്നായിട്ട് കടൽ കാണാം അതിൽ നമ്മുടെ റൂം കിട്ടി ഗൈസ് ഇത് നോക്കിയേ അയ്യോ ഇവിടെ ഇങ്ങനെ 2-3 ഹോൾസും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ കാണുന്ന ഇവിടുന്ന് രാവിലെ നല്ല കിടിലം സീ വ്യൂ കിട്ടുമെന്ന് പറഞ്ഞേ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ ആ ഗൈസ് ഇപ്പം ഈ സംഭവം അടയ്ക്കുവാണെങ്കിൽ നാളെ രാവിലെ സീ വ്യൂ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ നാളെ രാവിലെ നമുക്ക് പൂള് കിടക്കണം 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പോകണം ഇതാണ് ഞങ്ങളുടെ പരിപാടി കേട്ടോ ബാത്റൂം വലിയ കുഴപ്പമില്ല കേട്ടോ ഒരു 200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമാണ് ഈ റൂം ഇതുണ്ടോ 200 സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഒരു ബാത്റൂം സംവിധാനമൊക്കെ കേട്ടോ ഫ്രിഡ്ജ് ഞാൻ വെള്ളം കയറ്റി ഫ്രിഡ്ജിനകത്ത് കുറച്ച് ലിക്കറൊക്കെ ആയിരിക്കും അല്ല വെള്ളം വേറെ ഒന്നുമില്ല ഇത് ഇവിടെ ഒന്നും ഒരിക്കലും കൊണ്ടുപോകൂല പൈസ കൊടുത്താൽ പോകാൻ പറ്റുള്ളൂ ഇതുണ്ട് ഇവിടെ ടീ കോഫി അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ വേറെ എന്നാ ഉള്ള വേറെ ഒന്നുമില്ല ഇവിടെ ഇരിക്കാനുള്ള ചെയറുണ്ട് പിന്നെ ഇവിടെ കുറെ ഡ്രോയിങ് സംഭവങ്ങളുണ്ട് കട്ടിലുണ്ട് ഞങ്ങൾ 3 പേരെ ഇപ്പൊ എക്സ്ട്രാ ബെഡ് ഇട്ട് തരുന്നല്ലേടാ പറഞ്ഞേ എക്സ്ട്രാ ബെഡ് ഇപ്പൊ ഇട്ട് തരുമെന്ന് പറഞ്ഞേ രാവിലെ ഏർലി എത്ര മണിക്ക് എണീറ്റിട്ടാകില്ലേ 6:30 ഇതാണ് സീ വ്യൂ അത് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുന്നതിലും കുറച്ചും കൂടെ സെറ്റപ്പായിട്ട് ഇവിടുന്ന് കാണാം കേട്ടോ ഇവിടെ നല്ല കിടിലം വ്യൂ കിട്ടും പക്ഷെ ഇന്ന് ഇച്ചിരി ക്ലൗഡി ആയതുകൊണ്ട് അത്ര സെറ്റപ്പായിട്ട് കാണാം നീ ഇപ്പുറത്തോട്ട് വന്നേ എൻ്റെ പൊന്നെ അതിലും കിടിലം വ്യൂ ഇവിടെ കേട്ടോ ആദ്യം ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങട്ടെ കേട്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ വന്നിട്ടാട്ടോ പോയാൽ ഇതാന്ന് തോന്നടാ പൂളിന്റെ ലോക്കർ സംവിധാനം ഇതല്ലേ ഗൈസ് വാണിംഗ് അടിപൊളി കമ പൂൾ സൂപ്പറാട്ടോ പൂള് ഇത് അത്യാവശ്യം ഉണ്ടോ എൻ്റെ പൊന്നെ ഇതിന്റെ വ്യൂ നോക്കിക്കേ മാരക വ്യൂ എടാ ഇത് ഭയങ്കര സെറ്റപ്പ് ആയി പോയല്ലോ ഗൈസ് ഇവിടെ നല്ല കിടിലിനൊരു പൂള് ഇത് നോക്കിയേ അവിടെ നിന്ന് ഇങ്ങനെ കേട്ടോ ഹോട്ടൽ വ്യൂ നമ്മളോട് ഇന്നലെ ഇവിടെ വേണമെന്ന് ചോദിച്ചാൽ റൂം ഞങ്ങൾ സീ വ്യൂ ആയിക്കോട്ടെ സീ വ്യൂ ഇത് ഹോട്ടലാ അല്ലേ അത് ഹോട്ടലാണോടാ ഈ കാണുന്നേ നീ ഒരു വേറെ കാര്യം ശ്രദ്ധിച്ചോ നീ എങ്ങോട്ടാ പോകുന്നതിന് നമുക്ക് ഇറങ്ങുവാണെങ്കിൽ നല്ല തണുപ്പുണ്ട് അല്ലേ ഗൈസ് നോക്കൂ ഇത് കൊള്ളാട്ടോ ഇത് സെറ്റപ്പാ ഇവിടെ 2 ചേട്ടന്മാര് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ എന്തൊരു രസമാന്ന് നോക്കി ഇത് ഇവിടെ ഉണ്ടോ ഇത് നോക്കിയേ ഇവിടെ 2 ചേട്ടന്മാര് മീൻ പിടിക്കുന്നുണ്ട് അല്ല കായല് ഇതെന്നാടാ ഇതെന്നാടാ ലൈറ്റ് ഹൗസ് ആണോടാ ഇത് പഴയ എന്തോ സെറ്റപ്പ് ആടാകില്ലേ ഓ ഗൈസ് നോക്കൂ തീറ് ലുക്കാട്ടോ ഞങ്ങൾ ഇനി കാണുന്ന ചൂടാ ഇത് ഡെപ്താ ഇവിടെ ഇതിന്റെ വാട്ടർ പ്രൂഫ് ആണ് ഇന്ന് ചെക്ക് ചെയ്യാട്ടോ വാട്ടർ പ്രൂഫ് ആണല്ലോ ഏതായാലും നമുക്ക് നീന്താൻ അറിയില്ല അപ്പൊ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇറങ്ങണാകില്ലേ ഗൈസ് നോക്കൂ ചെരുപ്പും പിന്നെ കുന്ത്രാണ്ട സാധനമൊക്കെ ഇവിടെ ഊരി വെക്കട്ടെ കേട്ടോ ഗൈസ് നോക്കൂ ഞാനിത് ഉടുപ്പ് സെറ്റാക്കാൻ വേണ്ടി അവിടെ ലോക്കർ എടുക്കണോടാ അവിടെ വെള്ളം ആവുമല്ലേ ഉള്ളൂ നമ്മൾ ചാടുന്നതനുസരിച്ച് തോട്ടിച്ചാടുന്നാൽ ഇവിടെ വല്ലതും വെച്ചാൽ മതി ഇതിനാ മുള്ളാണോ ഞാൻ എൻ്റെ തൊപ്പി ഇവിടെ സെറ്റ് ചെയ്ത് കേട്ടോ ചാടാ ഇവനെ പിടിച്ചേ ഇവരാരും ചാടുന്നില്ല ഞാൻ ആദ്യം ചാടി ഇവരെ മാതൃക കാണിക്കുകയാണ് നീ ചാടുന്നുണ്ടോ നീ ചാടുന്നില്ല എന്റെ ചാട്ടം കണ്ടാണോ കേട്ടോ ഞാൻ തലകുത്തി ചാടും വേറെ കാര്യമുണ്ട് ഇവിടെ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല അത് നമുക്ക് നോക്കി കണ്ടെല്ലാം ചാടിയാൽ കേട്ടോ ചിലപ്പോൾ പൂളിന് ആഴമില്ല മക്കളാവുന്നില്ല ഞാൻ ഐഫോൺ 15 കൊണ്ട് ചാടി ഇതിന് വാട്ടർ പ്രൂഫ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്തൊരു രസമാണെന്ന് നോക്കി ഇങ്ങോട്ട് നോക്കാൻ നേരത്ത് എന്നാ ഫീലിങ്ങാ അപ്പുറത്തേലും ഫീലിംഗ് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശാട്ടോ അല്ല സോറി ബാക്ക് വശാട്ടോ അങ്ങോട്ട് കിസിമി അതെ കിസിമി ചാടുന്നു മഴ ഉണ്ടോടാ ഡെപ്തില്ലേ അത്രേ ഉള്ളോ അങ്ങോട്ടോ